പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുക മൊത്തം സമ്മറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുർത്തീസ്, അതും കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. അതിൽ സിംഗിൾ പീസ് ഉണ്ട്, 2 പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്. അപ്പം അങ്ങനെ കുറേ മേടിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മൾ ഇത്രയും നാളൊക്കെ പുതിയത് ആമസോണിൽ നിന്ന് മേടിച്ചതൊക്കെയാണല്ലോ റിവ്യൂ ചെയ്യാറുള്ളത്. അപ്പോൾ അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു റിവ്യൂ കൂടി നമ്മൾ ഒരു 1-2 പീസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ്, കളർ ഫെയ്ഡ് ആവുന്നുണ്ടോ, ഷ്രിങ് ആവുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നമ്മുടെ കളക്ഷൻസ് വെച്ച് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. ഫസ്റ്റ് കളക്ഷൻ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിക്കോട്ടെ. സമ്മറിനൊക്കെ ലൈറ്റ് ഷെയ്ഡല്ല കൂടുതൽ നല്ലത്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ഒരു 3 പീസിൻ്റെ ഒരു കുർത്തി സെറ്റാണിത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടോപ്പ് വെച്ചിട്ട് തുടങ്ങാം കേട്ടോ. ടോപ്പ് വരുന്നത് ഒരു സ്ട്രെയിറ്റ് കുർത്തിയാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്രിൻ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒരു പീച്ചും അതുപോലെ ഒരു ഓറഞ്ച്, പീച്ച്, ഗ്രീനൊക്കെ കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഓവറോൾ വന്നിരിക്കുന്നത്. ബാക്കിലും ഫ്രണ്ടിലും സെയിം ആ പ്രിന്റ് തന്നെ ഓവറോൾ പോയിട്ടുണ്ട്. പിന്നെ യോക്കിൽ വരുന്ന വർക്ക് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാച്ച് വർക്ക് പോലെ ഒരു സ്ക്വയർ പോലെ ഒരു കൊടുത്തിട്ടുണ്ട്. നെക്ക് അടിപൊളി നെക്കില് നല്ല വൈഡായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു നെക്ക് കേട്ടോ. പിന്നെ സ്ലീവാണ് ഇതിൻ്റെ പ്രത്യേകത. സ്ലീവിൽ നോക്കുകയാണെങ്കിൽ ബെൽ സ്ലീവാണ്. അതും ഒരു പീസിൽ സിംഗിൾ അല്ല 2 ലെയറായിട്ടാണ് ഒരു ബെൽ സ്ലീവ് പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു 3/4 തന്നെ അതിൻ്റെ ഒരു പൊടിക്കും കൂടി കൂടും കേട്ടോ. ഓവറോൾ ഇത് കംഫർട്ടബിൾ ആണ്, കോട്ടൻ്റെ മെറ്റീരിയൽ ആണ്, ലാർജ് ആണ് ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ്. സ്ലിറ്റിൻ്റെ സൈഡിലും ഇതുപോലെ ഒരു പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് നോക്കുകയാണെങ്കിൽ കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയൽ. അതിൽ വേസ്റ്റ് പോർഷനിൽ ഓവറോൾ വേസ്റ്റിൽ എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. സൈഡിൽ അങ്ങനെ പോക്കറ്റൊന്നും ഇല്ല, പ്ലെയിൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ വിഡ്ത്തിൽ നമുക്ക് ഈ ഒരു സെയിം പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലും ഫ്രണ്ടിലും 2 സൈഡും ഈ ഒരു പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ കൂടെയുള്ള ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. കോട്ട ചെക്ക് മെറ്റീരിയലാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയും ആ ഒരു പാൻറ്റിൻ്റെ സെയിം പ്രിൻറ്റും അതുപോലെ ആ ഒരു ടോപ്പിൻ്റെ സെയിം പ്രിൻറ്റൊക്കെ സൈഡിൽ വന്നിട്ട് അങ്ങനെ ഒരു വർക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോട്ട ചെക്ക് മെറ്റീരിയൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് സൈസാണ് കേട്ടോ. ഇതിലൊന്നും പറയാനില്ല, നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഇനി അടുത്തൊരു കളക്ഷൻ നമുക്ക് 2 പീസ് ആയാലോ. 2 പീസ് കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയൽ. അതിൽ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. സാധാരണ കാണുന്ന പോലെയല്ല. ടോപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. സ്ട്രെയിറ്റ് കുർത്തിയിൽ യോക്കിൽ ഇങ്ങനെ വർക്ക് ഒരു വീനെക്ക് പോലെ തന്നെ ഒരു ഈ കോളറിന് എന്താ പറയുക ഇപ്പോൾ, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു ഡിഫറെൻ്റ് ഒരു ലുക്കാണ് തോന്നുന്നത്. കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ്. ഓവറോൾ ഈ ഒരു പ്രിൻറ്റ് സെയിം ഫ്രണ്ടിലും ബാക്കിലും എല്ലായിടത്തും ഈ ഒരു പ്രിൻറ്റ് പോയിട്ടുണ്ട്. സ്ലീവ് നോക്കുകയാണെങ്കിൽ ഫുൾ സ്ലീവാണ്, 3/4 അല്ല, ഫുൾ സ്ലീവാണ്. സമ്മറിനൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ സ്ലീവ് ഇട്ടണം, അത്രയും ചൂടാണ് പുറത്ത്. അപ്പോൾ ഈ ഒരു ഭാഗം ടാൻ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫുൾ സ്ലീവ്. എൻഡിൽ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ അറിയൊന്നുമില്ല, സെയിം ആ ഒരു തുണിയോട് കൂടിയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും അറിയില്ല. ലാർജ് ആണ് സൈസ്. സ്ട്രെയിറ്റ് കുർത്തിയാണ്, സിമ്പിൾ സ്ട്രെയിറ്റ് കുർത്തി. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനുള്ള പാൻറ്റ് നോക്കുകയാണെങ്കിൽ കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ തന്നെയാണ്. വേസ്റ്റ് പോർഷനിൽ ഫുൾ എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. ഇതൊരു എൻഡ് പോർഷനിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു അഫ്ഗാനി സ്റ്റൈൽ പാൻറ്റാണ് കേട്ടോ. ഒരു ബലൂൺ പോലെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്കിപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ ഭയങ്കര ഈ ലെഗിൻസ് ഒക്കെ ഇട്ട് നടക്കാനൊന്നും പറ്റില്ലല്ലോ. ഭയങ്കര ലൂസായിട്ടുള്ള പാൻറ്റൊക്കെ ആയിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അതിന് ഈ ഒരു അഫ്ഗാനി സ്റ്റൈൽ പാൻറ്റ് വിത്ത് ലോങ് സ്ലീവ് ആയിട്ടുള്ള ഒരു ടോപ്പ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ്. പക്ഷേ ഇതിലൊരു 4-5 ഷെയ്ഡ് വരുന്നുണ്ട്.
4-5 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ അറിയാൻ പറ്റും എത്ര ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സൈസ് വരുന്നത് 3XL സൈസ് വരെയുണ്ട്. ഒരുവിധം മിക്കതും കാണിക്കുന്നത് എല്ലാത്തിലും 2XL 3XL വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് മേടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോൻ്റെ താഴെ ഒരു മോർന്ന് പറഞ്ഞ് കാണുന്നുണ്ടോ, അതിൽ ഡിസ്ക്രിപ്ഷൻ അതോ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വീണ്ടും മോർന്നുള്ള ഓപ്ഷൻ വരും. അതും പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളറുടെ ലിങ്ക് ആണ് കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്ക് നിങ്ങൾക്ക് പോയിട്ട് സാധാരണ പർച്ചേസ് ചെയ്യണ പോലെ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ് ഭയങ്കര കംഫർട്ട്. ഇപ്പോൾ ഈ ഉള്ളതിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുർത്തി സെറ്റാണ് കേട്ടോ. 3 പീസിൻ്റെ ഒരു സെറ്റാണിത്. ഇതിൽ അനാർക്കലി സ്റ്റൈലാണ് ഇതിൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത്. ഭയങ്കര കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ. പിന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് സ്ട്രേറ്റ് കുർത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം അനാർക്കലി സ്റ്റൈലാണ്. അതാകുമ്പോൾ ടമ്മിയുള്ളവർ കാണെങ്കിൽ ടമ്മി ഹൈഡ് ചെയ്ത് നിൽക്കും. പിന്നെ കുറച്ചൊരു എത്നിക്ക് ഇതിലൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാനും പിന്നെ ഒരു എന്താ പറയുക ഒരു പക്വത ഒക്കെ തോന്നിക്കുന്ന പറയില്ലേ, കേൾക്കേണ്ട ഒരു ആ ഒരു രീതി കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് അനാർക്കലി ഭയങ്കര ഇഷ്ടമാണ്. അത് ഒന്നുകൂടി ഫ്ലയർ കൂടുതലാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പോൾ ഇതിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക്, ഗ്രേ ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. യോക്ക് നോക്കുകയാണെങ്കിൽ യോക്കിൽ സെയിം പാൻറ്റിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ പാച്ച് വർക്ക് പോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. വാമസി ബ്രാൻഡാണ്. അതുപോലെ 3/4 ആണ് സ്ലീവ്. സ്ലീവിൻ്റെ എൻഡിലും സെയിം ആ ഒരു ഈ യോക്കിൽ വന്നിരിക്കുന്ന ആ ഒരു തുണി വെച്ചിട്ടുള്ള ഒരു പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ. റയോൺ മെറ്റീരിയൽ ഭയങ്കര ഇപ്പോൾ ചൂട് സമയത്തൊക്കെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഫ്ലയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഫ്ലയർ വരുന്നുണ്ട്. ഇതിൻ്റെ എൻഡ് പോർഷനിലും ഇതുപോലെ തന്നെ ആ ഒരു പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്ലീവിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പാൻറ്റ് ഈ ഒരു സെയിം പ്രിൻറ്റിൽ തന്നെയായിരിക്കും പാൻറ്റ് വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ നമുക്ക് പ്ലെയിൻ ആണ്. അതുപോലെ ബാക്കിൽ എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. പിന്നെ നാട കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് ടൈറ്റ് കെട്ട് എങ്ങനെ വേണമെങ്കിലും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയ്ക്കാണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. ഇതും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. റയോൺ മെറ്റീരിയലിൽ തന്നെയാണ് രണ്ടും വന്നിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ മെറ്റീരിയൽ. ഇതിൽ വേറെ കളർ ഓപ്ഷൻസ് ഒന്നുമില്ല, പക്ഷേ നല്ല കംഫർട്ടബിൾ ആണ്. അതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള ഒരു ത്രീ പീസ് ആണല്ലോ. അപ്പോൾ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെടിയുടെ ഡിസൈനൊക്കെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. അതിൽ ഫുൾ മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടയാണ്. ഇതും ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വീണ് കിടക്കുന്ന ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര മൽമൽ കോട്ടൺ, വാംസി ബ്രാൻഡിൻ്റെ ലാർജാണ് ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ ഒരു സിംഗിൾ ഗൗൺ. ഇൻഡോ ഒരു ഗൗൺ അല്ലെങ്കിൽ മാക്സി ഡ്രസ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇൻഡോ ഇറ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ ചാനലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇൻഡോ ഇറ ബ്രാൻഡ് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. ഇനി ഇതിൽ ഫുൾ പട്ടോല സ്റ്റൈലിലാണ് ഇതിൻ്റെ ഫുൾ പട്ടോല അല്ലെങ്കിൽ പോച്ചമ്പള്ളി സ്റ്റൈലിലാണ് പ്രിൻറ്റ് ഫുൾ വന്നിരിക്കുന്നത്. ഒരു ഗ്രീൻ, പിങ്ക്, ബേജ്, ഒരു സട്ടലായിട്ടുള്ള ഒരു ഷെയ്ഡ്. അങ്ങനെ വല്ല ഡാർക്ക് അങ്ങനെ ഉദിച്ച് നിൽക്കുന്ന ഷെയ്ഡല്ല, ഒരു സട്ടലായിട്ടുള്ള ഷെയ്ഡാണെന്ന് ഉടുത്താൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ യോക്ക് വരാണെങ്കിൽ യോക്കിൽ പേപ്പർ മിറർ വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങും ത്രെഡ് വർക്കും എംബ്രോയ്ഡറി വർക്കും എല്ലാം കൂടി വന്നിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അനാർക്കലി സ്റ്റൈലാണിത്. മാക്സി ഡ്രസ്സാണ്. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവിലും കുറച്ച് പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടം വരെ വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ഫ്രില്ലായിട്ട് വന്നിട്ട് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഫ്ലയറും ഉണ്ട് ഇത് നല്ല. പിന്നെ ഈ അനാർക്കലി സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അനാർക്കലി സ്റ്റൈൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ അങ്ങനെയല്ല, ഒരു മൂന്ന് ലെയറായിട്ടാണ് കേട്ടോ. 3 ടയറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഒന്നുകൂടിയും കംഫർട്ടബിൾ കൂടും. ഫ്രില്ല് ടൈപ്പാണ് വന്നിരിക്കുന്നത്, പാനൽ വർക്ക് അല്ല. ഇനി അടിയിൽ ഇതുപോലെ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്.
നല്ല കംഫർട്ടബിൾ ആണ്. റയോണിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. ഭയങ്കര ഇപ്പോഴത്തെ ആ ഒരു ചൂട് സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഇയറിങ് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടി കാണിക്കാം. അതൊരു ഈ ഒരു സെയിം ഷെയ്ഡിലായതുകൊണ്ടാണ് കേട്ടോ. ഇതാ ഒരു ഗ്രീനും പിങ്കും ഈ ഒരു സെയിം ഷെയ്ഡിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അത് പെയർ ചെയ്തപ്പോൾ അത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതും നല്ല അത്യാവശ്യം ഒരു ബ്രാൻഡിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇത് മാല അടക്കം ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് ഫുൾ സെറ്റായിട്ടാണോ ഇയറിങ് എടുക്കുകയാണോ, എന്തായാലും ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള എന്നുവെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫിനിഷിങ്ങും സ്റ്റോണും പേളും എല്ലാം കൂടി മിക്സ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ കൂടെ സിൽവറിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തപ്പോഴേ അതിനെ കാണുന്ന പോലെയല്ല കേട്ടോ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. എന്ന് വെച്ചാൽ ഇട്ടുമ്പോൾ ഇങ്ങനെ കാത് ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആണ്, അത്ര പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. ബാക്ക് സൈഡായാലും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇത്ര നാൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചാൽ അതിലൊരു 2 തവണ ഞാൻ വാഷ് ചെയ്തിട്ടുള്ളതിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് 2 പീസിൻ്റെ അന്നി ഡിസൈനർ എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ് 2 പീസിൻ്റെ സെറ്റ്. റയോണിൻ്റെ മെറ്റീരിയലാണ്. ഇനി ഇത് ഞാൻ വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അനാർക്കലി സ്റ്റൈലിലാണ്, അഗ്രക്ക പാറ്റേൺ, 3/4 ആണ് സ്ലീവ്, പ്രിന്റ് ഓവറോൾ വന്നിട്ടുണ്ട്. ഒരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ. ഹൈ ലോ പാറ്റേണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു ചെറുതായിട്ട് ഇങ്ങനെ കയറിയിട്ടും ബാക്കിൽ ഇറങ്ങിയിട്ടും ആ ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വാഷ് ചെയ്തതിൻ്റെ തെളിവും കൂടിയാണ് കേട്ടോ ഈ കയ്യൊക്കെ കണ്ട. ഞാനിത് അയൺ ചെയ്തിട്ടില്ല. അയൺ ചെയ്യാണ്ടിരുന്നത് വെച്ചാൽ നമ്മൾ വാഷ് ചെയ്തതിൻ്റെ ഒരു തെളിവും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ ചുരുങ്ങി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല, കളർ പോയിട്ടില്ല. നമ്മൾ എങ്ങനെയാണോ ഫസ്റ്റ് മേടിച്ചത് സെയിം ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ്. ഇപ്പോൾ ഇത് ഞാൻ ഒരു തവണ അയൺ ചെയ്തിട്ട് ഇട്ടൊക്കെ നോക്കി, പിന്നെ വീണ്ടും ഞാൻ വാഷ് ചെയ്ത് നോക്കി, അങ്ങനെ 3-4 തവണ വാഷ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ കളർ ഫെയ്ഡ് ആയിട്ടില്ല. ഹൈലി റെക്കമെൻഡ് പീസാണ് കേട്ടോ ഇത്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ പോരാത്തന്നെ ഇപ്പോഴത്തെ ചൂടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെയുള്ള പാൻറ് എന്ന് പറയാനായിട്ട് ഒരു പലാസോ ടൈപ്പാണ് കേട്ടോ. ഭയങ്കര ലൂസ് ആൻഡ് കംഫർട്ടബിൾ. എൻഡിൽ ഇങ്ങനെ ഗോട്ടപ്പെട്ടിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഓവറോൾ നോക്കുകയാണെങ്കിൽ. ഇപ്പോഴത്തെ ചൂടെന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല, അതേപോലത്തെ ചൂടല്ലേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാർജാണ് ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ്. ഇത് അനാർക്കലി സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ടമ്മി ഉള്ളവർക്കും അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല കേട്ടോ. ഇനി ഇത് ഞാൻ വീഡിയോയിൽ മുന്നേ കാണിച്ചിട്ടുള്ളതിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയണത്. അതേപോലെ തന്നെ ഇതിന് മുന്നും വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് 2 പീസ് റയോണിൻ്റെ മെറ്റീരിയലാണ്, ബ്ലൂ ഷെയ്ഡിലുള്ളത്. ഇതും റയോൺ മെറ്റീരിയൽ, ഭയങ്കര കംഫർട്ടബിൾ മെറ്റീരിയലാണ്. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഫസ്റ്റ് ടൈം വാഷ് ചെയ്തപ്പോൾ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളകി. നമ്മൾ ഫസ്റ്റ് വാഷിലൊന്ന് കളർ ഇളകാന്ന് പറയില്ലേ, അങ്ങനെ ഒരു കളർ ഇളകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറെ കോട്ടൊന്നും ഇതിൽ സംഭവിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ഒരു വാഷ് ചെയ്തപ്പോൾ പിന്നെ ചെറുതായിട്ടൊന്ന് അങ്ങനെ 3-4 വാഷ് ചെയ്തപ്പോൾ പിന്നെ കളർ ഇല്ലാണ്ടായി. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു പുതുമോട് കൂടിയിട്ടുള്ള ഒരു വാഷിൽ എന്തായാലും ചില ഡ്രസ്സിനൊക്കെ ഇളകുമെന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഇളക്കം മാത്രം ഉണ്ടായിട്ടുള്ളൂ ഈ ഒരു ഡ്രസ്സിന്. വേറെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ആസ് യൂഷ്വൽ നമ്മൾ പുതിയതായിട്ട് മേടിക്കുന്ന പോലെ തന്നെ നല്ല കംഫർട്ടബിൾ. ഞാൻ കൂടുതൽ ലോങ് ട്രാവലിങ്ങിനൊക്കെ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ കൂടുതൽ യൂസ് ചെയ്യും. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇത്. പിന്നെ ഓരോ നോക്കുകയാണെങ്കിൽ ഈ പ്രിന്റ് തന്നെയാണ് എല്ലായിടത്തും. സൈഡിൽ ഇങ്ങനെ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ സ്ട്രെയിറ്റ് കട്ട് വരുമ്പോൾ ഇതിൽ കോർണറിൽ റൗണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പാൻറ്റ് നോക്കുകയാണെങ്കിൽ പാൻറ്റ് സെയിം റയോൺ മെറ്റീരിയലിൽ നമുക്ക് ഓവറോൾ എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവ് സ്ലീവ് എന്ന് പറയണേ പാൻറ്റിൻ്റെ എൻഡ് നോക്കുകയാണെങ്കിൽ എൻഡിലും നമുക്ക് ഇതേപോലെ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മറിച്ച് കൂടി ഇട്ടിട്ടില്ല കേട്ടോ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കും ഫ്രണ്ടും ഒക്കെ സെയിം ആ ഒരു പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ പോകാനായിട്ട് ഒരു ചാൻസും വരുന്നില്ല. ഇതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ
ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്കാണ് പോവുക. അപ്പോൾ ആമസോണിൽ നിന്ന് സാധാരണ നമ്മൾ ഓൺലൈനിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് അതേപോലെ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രശ്നത്തെ കളക്ഷൻസ്. ഇത് കൂടാണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇത് കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയലാണ്. സമ്മറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻ തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത്. ഇത് 2 പീസിൻ്റെ ഒരു സെറ്റാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.